നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ജാതകത്തിൽ ഇപ്പോൾ സുധാകര ദശ ബലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ പാർട്ടിയുമായുള്ള നൂൽപ്പാലം മുറിച്ചു മാറ്റി സ്വതന്ത്രനായി പറക്കാൻ ഒരുങ്ങുമ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് സുധാകര ശമനി 3 നേരം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇടതും വലതും ഒരുപോലെ സുധാകര പനി ബാധിച്ച് വിറയ്ക്കുന്ന ഒരു അപൂർവ തെരഞ്ഞെടുപ്പ് കാലത്തിനാണ് ഇപ്പോൾ അരങ്ങൊരുങ്ങുന്നത് എന്ന് സാരം. അമ്പലപ്പുഴയിലെ ചന്ദനപാലവും കണ്ണൂരിലെ കോട്ടയും ഇപ്പോൾ ഒരേപോലെ പുകയുന്നുണ്ട്. പേരൊന്നാണെങ്കിലും പണി കൊടുത്ത പാർട്ടികൾ വെവ്വേറെയാണെന്ന് മാത്രം. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഇപ്പോൾ സുധാകരൻ എന്നാൽ ഒരു വിമ്മിട്ടമാണ്. കുറെ കാലമായി അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ഒരു റിട്ടയേർഡ് സിംഹത്തെ പോലെയാണ് വാണിരുന്നത്. ഇടയ്ക്കിടെ ഒന്ന് ഗർജിക്കും, അപ്പോ പാർട്ടി ഓഫീസിലെ ഫാനുകൾ വരെ ഒന്ന് വിറയ്ക്കും. പഴയ റോഡിലെ കുഴികൾ എണ്ണിക്കൊണ്ടിരുന്ന സുധാകരൻ പിന്നീട് പാർട്ടിക്കകത്തെ ഓരോ കുഴികളെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അമ്പലപ്പുഴയിൽ പൂമുഖത്തിരുന്ന് അദ്ദേഹം നടത്തുന്ന കവിത ചൊല്ലലും തത്വചിന്തകളും കേട്ട് പാർട്ടി നേതാക്കൾക്ക് ഉറക്കം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു വരി പാടിയാൽ അതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ തിരുവനന്തപുരത്തെ AKG സെന്ററിൽ പ്രത്യേക കമ്മിറ്റി തന്നെ കൂടേണ്ട അവസ്ഥയിലായിരുന്നു സഖാക്കന്മാർ. പാലം കുലുങ്ങിയാലും സുധാകരൻ കുലുങ്ങില്ല എന്നായിരുന്നു പഴയ ചൊല്ല്. എന്നാൽ ഇപ്പോൾ സുധാകരൻ ഒന്ന് അനങ്ങിയാൽ പാലം കുലുങ്ങുന്ന അവസ്ഥയിലാണ് CPM ഉള്ളത്. ഇത്രയും കാലം പാർട്ടിയുടെ കണ്ണിലെ കരടായിരുന്ന അദ്ദേഹം ഇനി മുതൽ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര പക്ഷിയായി പറന്നു നടക്കാൻ തീരുമാനിച്ചാൽ AKG സെന്ററിൽ പായസം വിളമ്പുമോ അതോ ഭയപ്പാടോടെ ഇരിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കവിതകളും കടങ്കഥകളും കൊണ്ട് പാർട്ടിയെ ഇത്രയും കാലം വെള്ളം കുടിപ്പിച്ച ആ പഴയ റോഡ് മാസ്റ്റർ ഇനി വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ചിഹ്നം എന്തായിരിക്കും എന്നതാണ് അടുത്ത ചർച്ചാ വിഷയം. ചിലപ്പോൾ ഒരു പേനയോ അതോ പാലമോ ആയിരിക്കാം. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യവും. അമ്പലപ്പുഴയിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഇനി ഇരട്ടി മധുരം തന്നെ. പാർട്ടിയെ പേടിക്കാതെ സുധാകരന്റെ ശരവേഗത്തിലുള്ള പ്രസംഗങ്ങൾ നേരിട്ട് കേൾക്കാം. അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുമ്പോൾ കൂടെ ആര് നിൽക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്: ഞാനും എന്റെ മനസാക്ഷിയും. പക്ഷേ ആ മനസാക്ഷി വോട്ട് പെട്ടിയിൽ വീഴുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇനി നമുക്ക് അല്പം വടക്കോട്ടേക്ക് പോകാം, അങ്ങ് കണ്ണൂരിലേക്ക്. അവിടെയും പ്രശ്നം സുധാകരൻ തന്നെ. കെ സുധാകരൻ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന് കൊടുക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ല. സുധാകരൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് തിരുത്താൻ KC വേണുഗോപാലും VD സതീശനും പിന്നെ പണിയെടുത്ത് വിയർക്കണം. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിയർക്കുന്ന പാവം വ്യക്താക്കളെ കണ്ടാൽ കല്ലുമ്മക്കായ പോലും ഒന്ന് കണ്ണീർ വാർക്കും. VDക്കും KCക്കും വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് പലവട്ടം. 6 അടി പൊക്കമുള്ള ഹൈക്കമാൻഡ് പോലും കണ്ണൂരിലെ ഈ ബ്രണ്ണൻ കോളേജ് വീരന്റെ മുന്നിൽ വരുമ്പോൾ ഒന്ന് പരുങ്ങാറുണ്ട്. പണ്ട് തല്ലിയ കഥയും പിടിച്ച കഥയും ഒക്കെ അദ്ദേഹം ഇടയ്ക്കിടെ ഓർത്തെടുക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ ഇനി ആരെയാണാവോ തല്ലാൻ പോകുന്നത് എന്ന പേടിയിൽ ഇരിക്കുക പതിവ് കാഴ്ചയാണ്. അമ്പലപ്പുഴയിലെ ജി സുധാകരൻ കവിത കൊണ്ട് പാർട്ടിയെ ശ്വാസം മുട്ടിക്കുമ്പോൾ കണ്ണൂരിലെ കെ സുധാകരൻ തന്റെ നാട്ടുഭാഷ കൊണ്ട് കോൺഗ്രസിനെ വെള്ളം കുടിപ്പിക്കുന്നു. ഒരാൾ പാർട്ടിയുടെ വെളിയിൽ നിൽക്കുന്ന ഔട്ട് സിംഗർ ആണെങ്കിൽ മറ്റൊരാൾ പാർട്ടിക്കകത്തിരുന്നു കൊണ്ട് തന്നെ സിക്സർ അടിക്കുന്ന ആളാണ്. ഈ 2 സുധാകരന്മാരെയും എങ്ങനെ മെരുക്കുമെന്നാലോചിച്ച് 2 പാർട്ടിക്കാരും ഇപ്പോൾ സുധാകര ശമന ഗുളിക അന്വേഷിച്ച് നടക്കുകയാണ് എന്നതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം.